നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പുല്ലുപാറയ്ക്ക് സമീപം KSRTC ബസ് കൊക്കയിലേക്ക് മറിഞ്ഞുണ്ടായ അപകടം. ഈ അപകടത്തിൽ ഇപ്പോൾ ഡ്രൈവർ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുകയാണ്. പരിക്കേറ്റ ഡ്രൈവർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അതിനിടയിലാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. എന്താണ് ഡ്രൈവർ പറഞ്ഞത് എന്ന് നോക്കാം. അരമണിക്കൂർ റെസ്റ്റ് എടുത്ത ശേഷമായിരുന്നു വണ്ടി എടുത്തത്. കുമളി സ്റ്റാൻഡിൽ വന്ന് ഡീസൽ അടിച്ചു. അവിടെ അരമണിക്കൂറോളം ചായ കുടിച്ച് റെസ്റ്റ് എടുത്തു. വെള്ളച്ചാട്ടം കഴിഞ്ഞൊരു വളവുണ്ടായിരുന്നു. ഒന്ന് ചവിട്ടിയപ്പോൾ ബ്രേക്ക് കിട്ടി. രണ്ടാമത് ചവിട്ടിയതും കീഴോട്ട് വീഴുകയായിരുന്നു. ബ്രേക്ക് പോയി എന്ന് താൻ നിലവിളിച്ചു. ഇടത്തോട്ട് പരമാവധി സ്റ്റിയറിംഗ് പിടിക്കാൻ നോക്കി. പക്ഷെ തന്റെ കയ്യിൽ വണ്ടി നിന്നില്ല. വളരെ പതുക്കെയായിരുന്നു താൻ വന്നത്. സ്ഥിരം വണ്ടി ഓടിക്കുന്ന ആളാണ്. ബ്രേക്ക് നഷ്ടമായതാണ് അപകട കാരണമായതെന്നും വാഹനം ഇടത്തോട്ട് വെട്ടിക്കാൻ നോക്കി, പക്ഷെ അത് നടന്നില്ല എന്നും ഡ്രൈവർ പ്രതികരിക്കുകയുണ്ടായി. ചികിത്സയിലാണ് ഡ്രൈവർ. എന്തായാലും അതിദാരുണമായ ഒരു അപകടമാണ് സംഭവിച്ചിരിക്കുന്നത്. 4 പേരാണ് ഈ ഒരു അപകടത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഗുരുതരമായി പരിക്കേറ്റ മറ്റു ചിലർ ചികിത്സയിലാണ്. മാവേലിക്കര സ്വദേശികളായ അരുൺ, ഹരി, രമ മോഹനൻ, സംഗീർ ഒപ്പം സിന്ധു എന്നിവരാണ് മരിച്ചത്. മാവേലിക്കരയിൽ നിന്നും തഞ്ചാവൂരിലേക്ക് പോയ സംഘം സഞ്ചരിച്ച ബസ്സാണ് മറിഞ്ഞത്. 30 അടിയോളം താഴ്ചയിൽ മരത്തിൽ ബസ് തട്ടി നിന്നു. ഹൈവേ പോലീസും പ്രദേശവാസികളും ചേർന്നായിരുന്നു രക്ഷാപ്രവർത്തനത്തിന് മുൻകൈയെടുത്തത്. 37 പേരാണ് ബസ്സിലുണ്ടായിരുന്നത്. തഞ്ചാവൂരിൽ നിന്ന് മടങ്ങി വരവെയാണ് ഈ ഒരു അപകടം, ഈ ഇത്തരത്തിൽ വലിയൊരു അപകടം ഉണ്ടായിരിക്കുന്നത്. കൊടും വളവ് നിറഞ്ഞ പ്രദേശത്തായിരുന്നു വലിയൊരു അപകടം സംഭവിച്ചിരിക്കുന്നത്. ബസിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടതാണോ അപകടത്തിന് കാരണമായത് എന്നാണ് സംശയിക്കുന്നത്. അന്വേഷണത്തിന് ശേഷം മാത്രമേ ഒരു സ്ഥിരീകരണത്തിലേക്ക് വരാൻ സാധിക്കുള്ളൂ. ഡ്രൈവറുടെ പ്രതികരണം ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് അപകടത്തിലേക്ക് നയിച്ചതെന്നാണ്. കുട്ടിക്കാനം മുതൽ മുണ്ടക്കൈ വരെ കൊടും വളവുകളും കുത്തനെയുള്ള ഇറക്കങ്ങളുമാണ്. ഈ പാതയിൽ വെച്ചാണ് അപകടം ഉണ്ടായിരിക്കുന്നത്. യാത്രക്കാരിൽ പലരും ഈ സമയം ഉറക്കത്തിലായിരുന്നു. ഇന്ന് രാവിലെ 6:15ഓടെയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിരിക്കുന്നത്. വണ്ടിയുടെ ബ്രേക്ക് പോയെന്ന് ഡ്രൈവർ പറയുന്നുണ്ടായിരുന്നു. കൂടെ വന്ന ഡ്രൈവർ ഹാൻഡ് ബ്രേക്ക് ഇടാൻ പറഞ്ഞതിന് പിന്നാലെ ബസ് മറിയുകയായിരുന്നു. ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ചില യാത്രക്കാർ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. വിനോദയാത്ര കഴിഞ്ഞ് മടങ്ങുന്ന സംഘമായിരുന്നു ഇത്തരത്തിലൊരു അപകടത്തിൽ അകപ്പെട്ടത്. എന്തായാലും അപകടവുമായി ബന്ധപ്പെട്ട് വലിയ അന്വേഷണമൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മന്ത്രി അന്വേഷണം നിർദ്ദേശം നൽകിയിട്ടുണ്ട്, അന്വേഷിക്കണമെന്ന്. അന്വേഷണത്തിന് ശേഷം മാത്രം എന്താണ് കൂടുതൽ സംഭവിച്ചത്, ബസ്സിന് എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നതടക്കമുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും അന്വേഷണത്തിലൂടെ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. 4 ജീവനുകളാണ് ഈ അപകടത്തിൽ ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത്. തീർച്ചയായിട്ടും കൊക്കയിലേക്ക് ബസ് മറിയുകയായിരുന്നു, ബ്രേക്ക് കിട്ടാതെ പോയിരിക്കുകയായിരുന്നു എന്നതടക്കമുള്ള വിശദീകരണമാണ് നൽകുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.